It's my profound honor to call upon our keynote speaker for today, Sri Atmaja Verma Thampuran, who is the senior reporter of Malayalam Manorama, Kerala's #1 newspaper that brands itself as the harbinger of sunshine in Malayali homes every morning. We are privileged to have him with us to share his wisdom and insights. Please join me in welcoming Sri Atmaja Verma Thampuran to deliver the keynote address. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതിരാവിലെ എഴുന്നേറ്റ് മുന്തിരിവള്ളികൾ തളിർത്തോ എന്നും മാതളനാരകം പൂത്തോ എന്നും നോക്കാം. അവിടെ വെച്ച് ഞാൻ എൻ്റെ സ്നേഹം, ഞാൻ എൻ്റെ പ്രേമം നിനക്ക് നൽകും. ക്രിസ്മസും പുതുവത്സരവും കഴിഞ്ഞതിന് ശേഷം ഒരു ബൈബിൾ ശലോമോൻ്റെ ഗീതം ആദ്യമേ തന്നെ പറയാൻ എന്താണ് കാരണം എന്നുള്ളത് ഈ പ്രഭാഷണത്തിൻ്റെ അവസാനം പറയുന്നതാണ്. കുട്ടികൾ ദീർഘമായ 1-2 പ്രസംഗങ്ങൾ കേട്ടതിനു ശേഷം ക്ഷീണിച്ചിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കൈയടിച്ചാലോ? കുട്ടികൾ ഉഷാറായിട്ടൊന്ന് കൈയടിച്ചേ. യെസ്, യെസ്. ഉറങ്ങിയവർ എല്ലാവരും ഒന്ന് ഉണർന്നു എന്നെനിക്ക് തോന്നുന്നു. കേരളത്തിലുടനീളവും വിദേശത്തും മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്ന നമ്മുടെ റെജി സാർ, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഭാരവാഹികൾ, സ്വാഗതം ആശംസിച്ച മോഹൻ സാർ, മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നിർത്തും. മുഖ്യ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ പ്രസംഗിക്കുക എന്നുള്ളതല്ല, മറിച്ച് കുട്ടികളുമായി സംവദിക്കുക എന്നുള്ളതാണ്. റജി സാർ പ്രസംഗിച്ചപ്പോൾ ആദ്യം തന്നെ ഒരു വരി പറഞ്ഞു, ഇവിടെ സമ്മിശ്ര സദസ്സാണ്. അധ്യാപകരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, കുട്ടികളുണ്ട്, ഒരു പക്ഷേ ഈ മൈക്ക് വെച്ച് കേൾക്കുന്ന സമീപ പ്രദേശങ്ങളിലെ വീട്ടുകാരുണ്ട്. ഇത്തരം ഒരു സമ്മിശ്ര സദസ്സിൽ അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. എങ്ങനെയാണ് ഒരു പ്രഭാഷകൻ സദസ്സിനെ കൈയെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതായാലും ശരി, ഈ കുട്ടികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഞാൻ പ്രസംഗിക്കുന്ന ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ക്ലാസ് റൂമിലല്ല, നിങ്ങൾ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലല്ല, ഒരു മൈതാനത്താണ് ഇരിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. 1 മാസം മുമ്പ് കോട്ടയത്ത് വയസ്കരയിലുള്ള ഒരു സ്കൂളിൽ ഞാനൊരു പ്രഭാഷണത്തിന് പോയിരുന്നു. കൊച്ചുകുട്ടികളാണ്. പ്രഭാഷണം തുടങ്ങിയ സമയം മുതൽ അവസാനിച്ച് ദേശീയഗാനം പാടുന്നതുവരെ അവിടുത്തെ ഡ്രിൽ മാസ്റ്റർക്ക് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. സ്റ്റേജിൻ്റെ മുന്നിൽ നിന്നും പുറകിൽ വരെ, സ്റ്റേജിൻ്റെ പുറകിൽ നിന്നും മുന്നൽ വരെ, മുൻഭാഗം വരെ ഈ ഡ്രിൽ മാസ്റ്റർ ഒരു ചൂരലുമായി ഇങ്ങനെ നടക്കുകയാണ്. ഒരു കുട്ടി പോലും ചിരിക്കുന്നില്ല, കൈയടിക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് ചിരിച്ചാൽ ഉടൻ തന്നെ ചൂരലുമായിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ അവിടെ ഒരു പക്ഷേ എൻ്റെ പ്രഭാഷണം കഴിയുന്നത് വരെയാണ് കുട്ടികളൊന്ന് ശ്വാസം വിട്ടത്. അതുപോലെ ഇവിടെ 1-2 കുട്ടികൾ ചിരിക്കുകയും ഒക്കെ ചെയ്ത അവസരത്തിൽ 1-2 ടീച്ചർമാർ മിണ്ടരുത് എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചൂരലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ല. അത്ര ആശ്വാസം. ഏത് സമ്മേളനത്തിലും പ്രാസംഗികരുടെ വാക്കുകൾ നീളുന്നതനുസരിച്ച് സദസ്സിൻ്റെ ശ്രദ്ധ കുറയുമെന്ന് നമ്മുടെ മോട്ടിവേറ്റ് സാറ് പറഞ്ഞു. എങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സുകുമാർ അഴീക്കോട് കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഒരു പരിപാടിക്ക് വരികയുണ്ടായി. അദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, സാറ് പതിവിലും ഉന്മേഷവാനായിരിക്കുന്നു, കവിളുകൾ തുടുത്തിരിക്കുന്നു, നിറം ഇച്ചിരി നല്ല രീതിയിൽ ഉണ്ടായിരിക്കുന്നു, എന്താണ് ഇതിന് കാരണം? അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ മറുപടി പറഞ്ഞു, തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒട്ടേറെ സമ്മേളന വേദികളിൽ
എനിക്ക് ഒട്ടേറെ സാംസ്കാരിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടാറുണ്ട്. ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ഓരോ സ്ഥലത്തും സ്വാഗത പ്രസംഗം കേട്ടാണ് എൻ്റെ കവിളുകൾ തുടുത്തത്, എനിക്ക് ഇത്രയും നിറം വെച്ചത് എന്ന് പറയുകയുണ്ടായി. ഇവിടെയും സ്വാഗത പ്രസംഗം വിശിഷ്ടാതിഥികളെ പരിചയപ്പെടുത്തുന്നതിൽ വളരെ പ്രഗത്ഭമായ രീതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഒരു പക്ഷേ ഞാൻ ഈ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അത്രയും തെളിച്ചമില്ലെങ്കിലും വേദിയിലിരിക്കുമ്പോൾ ഇവിടെയുള്ള 4 ഡ്രമാറ്റിക് ലൈറ്റുകൾ മുഖാന്തരം എൻ്റെ മുഖത്തേക്ക് വെട്ടമടിക്കുന്നത് കൊണ്ട് നിങ്ങൾ സ്ഥിരം പരിചയിച്ചു കണ്ട മോഹനൻ സാറിനേക്കാൾ വെളുപ്പെൻ്റെ മുഖത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുടി നരച്ചതാണെങ്കിലും എൻ്റെ കറുത്ത താടിക്ക് കുറച്ചും കൂടി കറുപ്പുണ്ടായിരുന്നു. അപ്പോൾ അത്തരം പരിചയപ്പെടുത്തലുകളിൽ ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് റജി സാറും അതുപോലെ തന്നെ അടുത്ത് വരുന്ന മ്യൂസീഷ്യനും ഞാനുമൊക്കെ പ്രസംഗിക്കുന്നത്. വാക്കുകൾ അതിരു കടക്കാതെ സൂക്ഷിക്കണം, കുറഞ്ഞ സമയത്തിനുള്ളിൽ നിർത്തണം എന്നുള്ളത് നമ്മുടെ മോട്ടിവേറ്റ് ക്ലാസ് എടുത്ത വളരെ ഭംഗിയായി വർത്തമാന കാല ചരിത്രത്തിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എല്ലാം വളരെ കൃത്യമായി പറയുകയുണ്ടായി. അതൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരു 20% കുട്ടികൾക്കെങ്കിലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മോഹനൻ സാറിനോട് ചോദിച്ചു, LP UP കുട്ടികൾ മാത്രമാണോ അതോ ഹൈസ്കൂൾ കുട്ടികളുണ്ടോ ഈ സദസ്സിന് മുന്നിൽ എന്ന് ചോദിച്ചു. +2 വരെയുള്ള കുട്ടികളുണ്ട്. 1600 കുട്ടികൾ വരെ പഠിച്ചിരുന്ന സ്കൂളാണ്. അവൻ്റെ പ്രൗഢിയും പാരമ്പര്യവുമെല്ലാം പറയുകയുണ്ടായി. ഈ മോഹനൻ സാറിനെ ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ല, പക്ഷേ പത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ വാർഷികം അല്ലെങ്കിൽ ജയന്തി, സമാധി ഇത്തരമുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ സപ്ലിമെൻറ്റുകൾ ഇറക്കാറുണ്ട്. ഒരിക്കലും കോട്ടയം ഭാഗത്തേക്കുള്ള താലൂക്ക് യൂണിയൻ അത്തരത്തിലുള്ളൊരു സപ്ലിമെൻറ്റുകൾ ഇറക്കുക കുറവാണ്. പക്ഷേ ഈ പൊൻകുന്നത്ത് നിന്നുള്ള ഇത്തരം സപ്ലിമെൻറ്റുകളിൽ ഈ പേര് കേട്ട് എനിക്ക് പരിചയമുണ്ട്. ഇന്നലെ രാത്രിയിൽ നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ മരിച്ചതിൻ്റെ തൊട്ടു മുമ്പാണ് ഓഫീസിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോകുന്നത്. അന്നേരം ഈ സംഭവം അറിഞ്ഞിരുന്നില്ല. വാഹനം ഓടിച്ച് പുറത്തേക്ക് പോയപ്പോൾ കച്ചേരിക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. സാധാരണ വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ എടുക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല, പക്ഷേ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ജയരാജാണ് വിളിക്കുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞത് നാളെ പൊൻകുന്നത്ത് പ്രസംഗിക്കാൻ പോകുന്നുണ്ടോ എന്നാണ്. ഞാൻ പറഞ്ഞുണ്ട്. അവിടെ എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായൊരു സുഹൃത്തുണ്ട്, മോഹനൻ എന്നാണ് പേര്. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ല. ഒന്നും കൂടി പറഞ്ഞു, ദൈവസഹായം മോഹനൻ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഈ പണ്ട് മുതലേ ദൈവസഹായം എന്ന് പറയുന്ന ഒരു പേര് നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തതാണ്. ഒരു ഹോട്ടലിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പേര് വന്നത് അന്ന് മുതൽ ആലോചിക്കാറുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊരു ഫീച്ചർ എഴുതുവാൻ ഇന്നേ വരെ എനിക്ക് സാധിച്ചിട്ടില്ല. കഴിയുമെങ്കിൽ അദ്ദേഹം മനസ്സ് തുറക്കുമെങ്കിൽ എനിക്ക് തോന്നുന്നു 1-2 പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇതിൻ്റെ പിന്നിൽ ദൈവസഹായം എന്ന് പേര് വരാനുണ്ടായൊരു കാരണം? ഒരുപക്ഷേ സ്കൂൾ വാർഷികത്തിലോ സ്കൂൾ സമ്മേളനത്തിലോ അദ്ദേഹം മനസ്സ് തുറന്നിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഉണ്ടെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലുള്ളവരും ഇതിനെക്കുറിച്ച് അറിയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം ദയവായി മനസ്സ് തുറന്നാൽ അതിനെക്കുറിച്ചും മാത്രമല്ല ഈ ശ്രേയസ് സ്കൂളിനെക്കുറിച്ച് വരുന്ന 1 വർഷത്തിനുള്ളിൽ ഫലപ്രദമായ, ഉജ്ജ്വലമായ, പ്രൗഢമായ ഒരു 3 ഫീച്ചറുകളെങ്കിലും എഴുതാനുള്ള മെറ്റീരിയൽ ഇവിടെ നിന്ന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്രമാത്രം ഉജ്ജ്വലമായ ഒരു പോരാട്ടം, ഉജ്ജ്വലമായ ഒരു പ്രവർത്തനം, ഉജ്ജ്വലമായ ഒരു പാരമ്പര്യം ഉള്ള ഒരു സ്കൂളാണിത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും കൂടുതൽ എഴുതുന്നതിനും ഈ ഒരു വേദി സഹായകമാകട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കുട്ടികളോടാണ് പറയുന്നത്, കുട്ടികൾ മനസ്സ് തുറന്നിരിക്കുക, ഭയമില്ലാതിരിക്കുക. നിങ്ങളെപ്പോലെ തന്നെ ഒരുപക്ഷെ ഇത്രയും സൗകര്യങ്ങളില്ലാത്ത ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് എൻ്റെ ആദ്യകാല വിദ്യാഭ്യാസം. ഗവൺമെൻറ് സ്കൂളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. പഞ്ചനക്ഷത്ര ഹോട്ടലുകളെ വെല്ലുന്ന സ്കൂളുകളാണ് എന്ന് നമ്മുടെ മന്ത്രി പറയുമെങ്കിലും പഴയ സ്കൂളുകൾ അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. ചോർന്നൊലിക്കുന്ന, അധികം ലാബുകളില്ലാത്ത, അധ്യാപകർ ഒരുപക്ഷെ ചൂരലുമായി ചുറ്റും നടക്കുന്ന, വെള്ളക്കെട്ടുള്ള ഇത്തരം പ്രദേശങ്ങളിലാണ് സാധാരണ ഗവൺമെൻറ് സ്കൂളുകൾ. ഒരു പരിഷ്കൃതവുമില്ലാത്ത
അത്തരമൊരു ഗവൺമെൻറ് സ്കൂളുകളിലാണ് എൻ്റെ ബാല്യം കഴിഞ്ഞു വന്നത്. അവിടെ ഒരു പക്ഷേ ഇവിടെ നിങ്ങൾക്ക് മികച്ച ഒരു സയൻസ് ലാബും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. സാധാരണ സയൻസ് ടീച്ചർ ഒരു പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞു. അന്ന് ഗവൺമെൻറ് സ്കൂളിൽ ഈ സയൻസ് ലാബിൽ വന്നിട്ട് അധ്യാപകർ പഠിപ്പിക്കുന്നത് ഒരുപക്ഷെ മുതിർന്ന അധ്യാപകർക്കും മുതിർന്ന കുട്ടികൾക്കും മറ്റു രക്ഷിതാക്കൾക്കും ഓർമ്മയുണ്ടാകും. ദിസ് ഈസ് സപ്പോസ് ടെസ്റ്റ് ട്യൂബ്, ദിസ് ഈസ് സപ്പോസ് എ ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചത്. ഇത് ടെസ്റ്റ് ട്യൂബാണെന്ന് കരുതുക, അതിനുള്ളിൽ സൾഫ്യൂരിക് ആസിഡ് നിറച്ചു എന്ന് കരുതുക, പിന്നീട് വീണ്ടും ഈ ടെസ്റ്റ് ട്യൂബാണെന്ന് കരുതുക, അതിനുശേഷം അതിനുള്ളിൽ സൾഫ്യൂരിക് ആസിഡ് ആണെന്ന് കരുതുക, വീണ്ടും അതിനുള്ളിൽ ജലം നിറച്ചു എന്ന് കരുതുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് ചോദ്യം. സ്വാഭാവികമായും ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ബെഞ്ചിലിരുന്ന ആ ബെഞ്ചിൽ ഒന്നാമതിരുന്ന എന്നോട് തന്നെയാണ് ചോദ്യം വന്നത്. ടെസ്റ്റ് ട്യൂബാണെന്ന് കരുതുക, സൾഫ്യൂരിക് ആസിഡ് നിറച്ചു എന്ന് കരുതുക, അതിനുള്ളിൽ ജലം നിറച്ചു എന്ന് കരുതുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് ചോദ്യം. ഞാൻ മുട്ട് വിറച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. കുട്ടികൾ ചുറ്റും നോക്കുന്നുണ്ട്. ഇവൻ ഉത്തരം പറയുമോ എന്നുള്ളതാണല്ലോ. ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കുട്ടികൾക്ക് സന്തോഷമാണ്, കാരണം അവരിലേക്ക് വരില്ല. ഞാൻ പറഞ്ഞു, സാർ ടെസ്റ്റ് ട്യൂബാണെന്ന് കരുതി, സൾഫ്യൂരിക് ആസിഡ് നിറച്ചു എന്ന് കരുതി, അതിനുള്ളിൽ ജലം നിറച്ചു എന്നും കരുതി, ഞാൻ ഉത്തരം പറഞ്ഞു എന്നും കരുതുക. അധ്യാപകൻ ആ ഒരു പീരീഡ് മുഴുവൻ എന്നെ പുറത്തു നിർത്തി. അപ്പോൾ അത്തരം ഓർമ്മകളിലേക്ക് ഞാൻ ഈ കുട്ടികളെ നയിക്കുകയാണ്. ഇത് വെറുതെ പറഞ്ഞതല്ല. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പത്രം നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ടൊരു മത്സരം നടത്തിയിരുന്നു. ആ മത്സരത്തിൽ കേരളത്തിലുടനീളമുള്ള സ്കൂളുകളിൽ നിന്നും അതുപോലെ തന്നെ പുറത്തു നിന്നും കുട്ടികൾ അവരുടേതായ രചനകൾ, അവരുടേതായ ഓർമ്മക്കുറിപ്പുകൾ വന്നതിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയ കുറിപ്പാണ് ഞാനിവിടെ പറഞ്ഞത്. പിന്നെ കുട്ടിക്കാലത്ത് എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഇവർ കുട്ടികൾ നടക്കുന്നുണ്ടാവാം, ഉറങ്ങുന്നുണ്ടാവാം, പരസ്പരം സംസാരിക്കുന്നുണ്ടാവാം, എങ്കിലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്തുന്നതും ഇതേപോലെ കുറച്ച് വാക്കുകൾ സംസാരിക്കുന്ന പ്രഗത്ഭരായ പ്രശസ്തരായ പ്രതിഭകളായ ഞങ്ങളെപ്പോലുള്ളവരല്ല മറ്റുള്ളവരെ എന്തുകൊണ്ട് ഈ വേദിയിൽ കൊണ്ടുവന്ന് 1-2 മണിക്കൂർ പ്രസംഗിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണം കുട്ടിക്കാലത്ത് ബാല്യകാലത്ത് മനസ്സിൽ പതിയുന്ന ഓരോ സംഭവങ്ങളും നമ്മുടെ ഭാവി ജീവിതത്തിലേക്ക് മുതൽക്കൂട്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ കോട്ടയത്തൊരു സ്കൂളിൽ പ്രസംഗിക്കാൻ പോയ കഥ ആദ്യമേ തന്നെ നിങ്ങളോട് സംസാരിച്ചു. അവിടെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പാട്ടുകൾ ഇഷ്ടമാണോ? പാട്ടുകൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അവിടെ കുട്ടികളുമായി സംവദിക്കാൻ കുറച്ചും കൂടി അടുപ്പമുണ്ടായിരുന്നു. സ്റ്റേജും സദസ്സും കുറച്ചുകൂടി അടുത്തായിരുന്നു. ഞാൻ പറഞ്ഞൊരു സർക്കാർ സ്കൂളിലാണ് പോയത്. ഇത്രയും വളരെ പ്രൗഢഗംഭീരമായൊരു വേദിയോ സദസ്സോ ഉണ്ടായിരുന്നില്ല. പക്ഷെ കുട്ടികളുമായിട്ട് കുറച്ചുകൂടെ അടുത്തിടപഴകുന്നതിനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഞാൻ കുട്ടിയോട് ചോദിച്ചു, ഏത് പാട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ഞാനൊരു പാട്ടുകാരനല്ല, പാട്ടുകാരൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. കുട്ടികൾ അതിലൊരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്നു. +2 കുട്ടിയാണ് പറഞ്ഞത്, തെറ്റില്ല. പിന്നെയും പിന്നെയും ആ കുട്ടി ആ പാട്ട് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ഞാൻ ചോദിച്ചു, ഈ പാട്ട് വന്ന വഴിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അതില്ല. ഈ പാട്ട് കാണാതെ പഠിക്കുകയും കാണാതെ പാടാൻ കഴിയുന്നതുമായി എത്ര കുട്ടികളുണ്ട്? +2വിൻ്റെ 33 കുട്ടികൾ എഴുന്നേറ്റ് നിന്നു. അവർക്ക് ഈ പാട്ടുകൾ പാടാനറിയാം. മറ്റു കൊച്ചു കുട്ടികൾക്ക് ചില വരികളൊക്കെ അറിയാം. പ്രിയമുള്ളവരാരോ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസാനത്തെ വരികൾ. ഈ വരികൾ ഗിരീഷ് പുത്തഞ്ചേരിയാണ് എഴുതിയതെന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരവസരത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് ഒരു അവസരമുണ്ടായി. ഈ പാട്ടൊക്കെ വന്നതിന് ശേഷമാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ന് ജനങ്ങൾ ഏറ്റവും അധികം ഹൃദയത്തിൽ ഏറ്റു നടക്കുന്ന ഒരു പാട്ട് പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റേതാണല്ലോ, അതിലേക്കൊരു പാട്ട് വന്ന വഴി എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, ഞാനതിനെക്കുറിച്ച് പറയാം. ഞാൻ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന അവസരത്തിൽ, ഇവിടെ ഉണ്ടല്ലോ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ, എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും അതിസുന്ദരിയായൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളോട് കലശമായ ഭ്രമം തോന്നിയപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് തീരുമാനിച്ചു, ഇന്നൊരു പ്രേമലേഖനം എഴുതി കൊടുക്കണം. ഉച്ചയ്ക്ക് പിരിഞ്ഞു.
12:30 1 മണിയായപ്പോൾ സ്കൂൾ പിരിഞ്ഞു. ഉച്ചയൂണിന് വേണ്ടി എല്ലാവരും പോയി. ഈ ഉച്ചയൂണിന് എല്ലാവരും ഉണ്ണാൻ പുറത്തേക്ക് പോയ അവസരത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി കണക്ക് പുസ്തകത്തിലെ എഴുതാത്ത ഒരു പുറം വലിച്ചു കയറി മലയാളത്തിൽ 4 വരി സാഹിത്യം അന്ന് എഴുതി 4ആയിട്ട് മടക്കി ഈ സുന്ദരിയായ പെൺകുട്ടിയുടെ ബുക്കിനുള്ളിൽ വെച്ചു. മലയാളം പുസ്തകത്തിനുള്ളിലാണ് വെച്ചത്. ക്ലാസ് ഊണ് കഴിഞ്ഞ് എല്ലാവരും വന്ന് കയറി. ക്ലാസ് ആരംഭിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഉച്ചയ്ക്ക് ശേഷം ആദ്യത്തെ പീരീഡ് മലയാളമായിരുന്നു. എല്ലാവരും പുസ്തകം നിവർന്നു. പുസ്തകമെടുത്ത് നിവർത്തി കഴിഞ്ഞപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ഒരു കടലാസ് മടക്ക് മലയാളം പുസ്തകത്തിലിരിക്കുന്നു. പെൺകുട്ടി ആകെ പേടിച്ചുപോയി. ഇന്നത്തെ പെൺകുട്ടിയെ പോലെയല്ല. അവളെടുത്ത് വായിച്ചു. പ്രേമലേഖനമാണെന്ന് മനസ്സിലായി. അടിയിൽ ഗിരീഷ് എന്ന് എഴുതിയിരുന്നു. അവളെ എഴുന്നേറ്റ് വായിച്ചു, പൊട്ടിക്കരഞ്ഞു. ഇന്നത്തെ ഒരു കുട്ടി ഒരു പ്രേമലേഖനം കിട്ടിയാൽ എഴുന്നേറ്റ് പൊട്ടിക്കരയോ ടീച്ചറോട് പറയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അന്ന് ഈ പെൺകുട്ടി ചാടി എഴുന്നേറ്റ് 4 വരി വായിച്ചു. സാർ, എൻ്റെ ബുക്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഗിരീഷാണ് എഴുതിയത് എന്ന് പറഞ്ഞു. ഈ ക്ലാസ് ടീച്ചർമാർക്കൊരു ദോഷമുണ്ട്. ഇങ്ങനൊക്കെ എന്തെങ്കിലും സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കൂട്ടരെയും വിളിച്ച് പുറത്ത് കൊണ്ടുവരിക, എന്നിട്ട് ഹെഡ് മാസ്റ്റർ അടുത്തേക്ക് കൊണ്ടുപോവുക. ഇവിടെ ഉണ്ടാവും ക്ലാസ് ടീച്ചർക്ക്, എല്ലാ ക്ലാസ് ടീച്ചർമാർക്കും ഉള്ളതാണ് ഇത്. ക്ലാസ് ടീച്ചർ 2 പേരെയും പുറത്തിറക്കി ഈ പ്രേമലേഖനവും പിടിച്ച് ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ ചെന്നു. വീണ്ടും ഗിരീഷിൻ്റെ ഭാഗ്യമോ നിർഭാഗ്യമോ ഗിരീഷ് പുത്തഞ്ചേരി പ്രേമലേഖനം എഴുതി കൊടുത്തത് ആ ഹെഡ് മാസ്റ്ററുടെ മകൾക്കാണ്. ഹെഡ് മാസ്റ്ററുടെ മകൾക്ക് പ്രേമലേഖനം എഴുതാൻ മാത്രം താൻ വളർന്നോ എന്ന് ചോദിച്ച് അന്ന് കിട്ടിയ ചൂരൽ പ്രയോഗം ഇന്നും എൻ്റെ ശരീരത്തുണ്ട് പാടുകൾ. അതുകൊണ്ടാണ് ഞാൻ പിൽക്കാലത്ത് പ്രേമത്തെക്കുറിച്ച് എഴുതിയപ്പോൾ പിന്നെയും ആരോ കിനാവിൻ്റെ എത്താം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, പടികടന്നെത്തും എന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കുട്ടിക്കാലത്ത് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന അവസരത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിക്കുണ്ടായ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് അദ്ദേഹത്തെ ജീവിതത്തിലുടനീളം പിന്തുടരുകയാണ്. പിന്നീട് ഒരിക്കലും അദ്ദേഹം ഒരു പ്രേമലേഖനം എഴുതിയിട്ടില്ല. അപ്പോൾ ജീവിതത്തിലുടനീളം തുടരുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ ഈ കുട്ടിക്കാലത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇത്തരം സമ്മേളനങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്വാഗത പ്രസംഗം പറഞ്ഞ അവസരത്തിൽ എൻ്റെ ചില പ്രൊഫൈലുകൾ പറയുകയുണ്ടായി. അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒട്ടേറെ മേഖലകൾ, എഴുത്തിൻ്റെ മേഖലകൾ, ആധ്യാത്മികതയുടെ മേഖലകൾ, സിനിമയുടെ മേഖലകൾ ഒക്കെ പറയുകയുണ്ടായി. എന്താണ് നിങ്ങൾക്ക് തരാനുള്ളൊരു സന്ദേശം ഒറ്റ വരിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ മോട്ടിവേഷൻ ക്ലാസ് എടുത്ത റിജി സാറ് പറയുകയുണ്ടായി, മീനാക്ഷിപുരം എന്ന ഗ്രാമത്തെക്കുറിച്ച് എഴുതി. അത് അദ്ദേഹത്തിൻ്റെ വൈഫ് വായിച്ചു. സിനിമ മേഖലയിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ അത് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഒറ്റ വരിയിൽ പറയാം, ഒരുപക്ഷെ മീനാക്ഷിപുരം ഗ്രാമം ജനസംഖ്യ 1 എന്ന് ഹെഡിങ് വായിച്ച് ആ കുട്ടികൾക്ക് ഒരുപക്ഷെ ഇത് കേട്ടവർക്ക് എന്താണെന്ന് മനസ്സിലാവുകയില്ല. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊൻകുന്നം പോലെ, ചിറക്കടവ് പോലെ, എരുമേലി പോലെ വളരെ പ്രൗഢമായ ജനനിബിഡമായ ഒരു ഗ്രാമമായിരുന്നു മീനാക്ഷിപുരം. ജലം മലിനമായതുകൊണ്ട്, വായു മലിനമായതുകൊണ്ട് ഓരോരുത്തരായി ആ മീനാക്ഷിപുരത്തിൽ നിന്നും വിട്ടുപോയി. കന്തസ്വാമി എന്ന് പറയുന്ന 73 വയസ്സുകാരൻ മാത്രം അവിടെ ജീവിച്ചു. എന്തുകൊണ്ടത് ജീവിച്ചു? അതായിരുന്നു എൻ്റെ ആകെ ചോദ്യം. മീനാക്ഷിപുരത്ത് പോയി ഞങ്ങൾ ചോദിച്ച ഒരേ ഒരു ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട്, നിങ്ങളുടെ ഉറ്റവരും ബന്ധുക്കൾ മുഴുവൻ ഈ ഗ്രാമത്തിൽ നിന്ന് പോയിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനിച്ച മണ്ണും എൻ്റെ പ്രിയപ്പെട്ടവരെയും വിട്ടുപോകാൻ എനിക്ക് മനസ്സില്ല. എൻ്റെ ഭാര്യയെയും എൻ്റെ അച്ഛനെയും എൻ്റെ മുത്തച്ഛനെയും മുത്തശ്ശിയൊക്കെ എൻ്റെ സഹോദരങ്ങളെയൊക്കെ അടക്കിയ മണ്ണാണിത്. ഈ മണ്ണിൽ നിന്നും ഞാൻ വിട്ടുപോവുകയില്ല. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാനിവിടെ ജീവിക്കും. മരണം വരെ എൻ്റെ ശവാടൊക്കെ ഇവിടെയായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുതന്നെയാണ് ഈ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെ സന്ദേശമായി എനിക്കും പറയാനുള്ളത്. ആ ഫീച്ചർ വന്ന ദിവസം തന്നെ ജയരാജ് വിളിച്ചു. അത് ഡോക്യുമെൻ്ററിയായി ചിത്രീകരിച്ചു. ഒട്ടേറെ അവാർഡുകൾക്ക് വേണ്ടി പോകുന്നുണ്ട്. ഞാൻ അതിലെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വൈശാലി എന്ന് പറയുന്നത് ജയരാജ് സംവിധായകനായി വന്ന ഒരു സിനിമയാണ്. ഇടുക്കിയിലാണ് മിക്കവാറും അത് ഷൂട്ട് ചെയ്തത്. ഒരു പക്ഷേ ആ സിനിമ കണ്ടവർക്കറിയാം, ഋഷിശൃംഗൻ വൈശാലിയുമായിട്ടുള്ള ഒട്ടേറെ രംഗങ്ങളുണ്ട്. ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഒരു രംഗം എന്ന് പറയുന്നത് ഋഷിശൃംഗൻ പുഴക്കടവിലേക്ക് കടന്നിങ്ങനെ വരികയാണ്. അപ്പോൾ
മലയുടെ മുകളിൽ നിന്നും ഒരു മാൻപേട തുള്ളിച്ചാടിയെത്തുന്നു. കൃഷിശൃംഗൻ പുഴയിൽ നിന്നും ഒരു കുമ്പിൾ വെള്ളം കോരി കുടിക്കുന്ന അവസരത്തിൽ ആ മാൻപേട അനുസരണയോടെ ഒരു നഴ്സറി കുട്ടിയുടെ ലാളിത്യത്തോടെ ഓടി വന്ന് ഋഷിശൃംഗൻ്റെ കാൽച്ചുവട്ടിൽ നിന്നിട്ട് ഋഷിശൃംഗൻ കോരിയെടുത്ത കുമ്പിൾ കുടിക്കുന്നത് പോലെ തന്നെ മാൻപേടയും വെള്ളം കുടിക്കുകയാണ്. ഒരുപക്ഷെ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ വൈശാലി എന്നടിച്ചു കഴിഞ്ഞാൽ ഈ സീൻ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. ഞങ്ങളൊക്കെ അന്ന് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ഋഷിശൃംഗൻ്റെ വേഷധാരമായ ഒരു കഥാപാത്രം ഇറങ്ങി പുഴയിലേക്ക് വരികയും ഋഷിശൃംഗനെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആ കഥാപാത്രത്തെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മാൻപേട ഓടി വന്നിട്ട് അദ്ദേഹത്തിന് തൊട്ടടുത്ത് നിന്നിട്ട് വെള്ളം കുടിക്കുന്നു, മടങ്ങിപ്പോകുന്നു. ഇതെങ്ങനെയാണ് ചിത്രീകരിച്ചത്? പക്ഷെ അന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇതിനുശേഷം ജയരാജുമായി അടുപ്പമുണ്ടായി ഇത്രയധികം സിനിമകളിൽ സഹകരിച്ചതിനു ശേഷം അദ്ദേഹം ഇതിൻ്റെ ടെക്നിക്ക് ഒരുപക്ഷെ മോഹൻ സാറിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങളോട് പറയുകയുണ്ടായി. ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് വളരെ കടുപിടുത്തമുള്ള ഒരു ദിവസമായിരുന്നു. ഇടുക്കിയിലാണ്, വൈശാലി പാറ എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. ഒരുപക്ഷെ കുട്ടികളെയും കൊണ്ട് എക്സ്കർഷന് പോകുന്നുണ്ടെങ്കിൽ അധ്യാപകരും രക്ഷിതാക്കളും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് വൈശാലി ഷൂട്ട് ചെയ്ത വൈശാലി പാറ എന്നറിയപ്പെടുന്ന ഇടുക്കിയിലെ ഒരു ഗ്രാമം. ഇടുക്കിയിലെ ഒരു ഗ്രാമത്തിൽ അതിസുപ്രഭാതത്തിൽ ഋഷിശൃംഗനെയും മാൻപേടയും തയ്യാറാക്കി ഇതിൻ്റെ ചിത്രീകരണം ആരംഭിച്ചു. ഇതേപോലെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തു, ആക്ഷൻ, അതിൽ ഡയലോഗില്ല, ക്യാമറ പറഞ്ഞു. ഋഷിശൃംഗൻ തൻ്റെ ആശ്രമത്തിൽ നിന്ന് പടിയിറങ്ങി വരികയാണ്. മാൻപേടയെ കുന്നിന് മുകളിൽ വിട്ടു. കുന്നിൻ മുകളിൽ നിന്നും മാൻപേട ഓടി വരുന്നു. ഋഷിശൃംഗൻ നടന്ന് പുഴയിലേക്ക് കടക്കുന്നു. മാൻപേട കൃത്യം ഈ മലമുകളിൽ നിന്നും പകുതി വഴി വരെ വന്നിട്ട് അതിൻ്റെ പാട്ടിന് പോയി, തിരിച്ചുപോയി. ഋഷിശൃംഗൻ വരുന്നു, വെള്ളം കുടിക്കുന്നു, മാൻപേട വരുന്നില്ല. ഷൂട്ടിങ് കട്ടായിപ്പോയി. ഉച്ചയ്ക്ക് ശേഷം നോക്കാം എന്ന് പറഞ്ഞു. 3 മണിക്ക് വെയിൽ താഴ്ന്നപ്പോൾ വീണ്ടും ആശ്രമത്തിൽ നിന്ന് ഋഷിശൃംഗൻ വരുന്നു. മാൻപേട അവിടെ നിന്ന് വിടുന്നു. ഋഷിശൃംഗൻ പഴയ രാവിലത്തെ സംഭവം ഓർത്തിട്ട് പതുക്കെ പടി കടന്നു വരുന്നു. പക്ഷെ മാൻപേട ഋഷിശൃംഗൻ ഇവിടേക്ക് വരുന്നതിനും മിനിറ്റുകൾക്ക് മുമ്പേ ഓടി വന്നിട്ട് പുഴയിലേക്ക് ചാടുകയാണ്. ഷൂട്ടിംഗ് നടന്നില്ല, ചിത്രീകരണം നടന്നില്ല. ഇവർക്ക് വേണ്ടത് ഋഷിശൃംഗൻ വന്നിറങ്ങി പുഴയിൽ നിന്നും വെള്ളം കോരി കുടിക്കുമ്പോൾ മാൻപേട വന്നിട്ട് ഈ പുഴയിൽ നിന്നും ആ സമയത്ത് തന്നെ വെള്ളം കുടിക്കണം. ചിത്രീകരണം അന്നും മുടങ്ങി. രാത്രി സിനിമാ ക്യാമ്പിലേക്ക് പോയി. അവിടെ നിന്നും മറ്റൊരു സഹസംവിധായകൻ ലൈറ്റ് ബോയ് ആണ് പറഞ്ഞത്, സാറേ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ പറഞ്ഞു, സാറേ നാളെ ഇത് ഷൂട്ട് ചെയ്യണ്ടേ? വേണം. എങ്ങനെയാണ് സാറേ? ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കാത്തവരില്ല. ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കാത്തവരില്ല സാറേ എന്ന് ജയരാജനോടാണ് പറഞ്ഞത്. ജയരാജനെ അത് കട്ടി. എല്ലാവരോടും പറഞ്ഞു, ഫുഡ് കഴിഞ്ഞ് പറഞ്ഞു, നാളെ രാവിലെ 6 മണിക്ക് ഷോട്ട് എടുക്കും, എല്ലാവരും റെഡി ആയിക്കോളാൻ പറഞ്ഞു. ഇന്നലത്തെ അനുഭവം തന്നെ ആയിരിക്കുമോ എന്ന് ഋഷിശൃംഗൻ ചോദിച്ചു. അതല്ല, അന്ന് രാത്രി ആ മാൻപേടയെ ആശ്രമത്തിന് മുന്നിൽ കെട്ടിയിട്ട് എത്ര ഉപ്പ് തീറ്റിക്കാമോ അത്രയും ഉപ്പ് തീറ്റിച്ചു. ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല. രാവിലെ 6 മണിക്ക് തന്നെ, കാരണം ഉപ്പ് തിന്ന് പരവേശത്തിലിരിക്കുന്ന മാൻപേടയാണ്, അപ്പോൾ വൈകിട്ടത്തേക്ക് മാറ്റാൻ കഴിയില്ല. രാവിലെ 6 മണിക്ക് തന്നെ ഷൂട്ടിംഗ് ആരംഭിച്ചു. അപ്പോൾ അതുപോലെ ഋഷിശൃംഗൻ ആശ്രമത്തിൽ നിന്ന് നടന്നു വരുന്നു. മാൻപേടയെ കുന്നിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തുന്നു. മിനിറ്റുകൾക്കുള്ളിൽ മാൻപേട ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും നോക്കാതെ, ഇവിടെ ഋഷിശൃംഗനാണോ വിശ്വാമിത്രനാണോ ശ്രീരാമനാണോ ഒന്നും നോക്കാതെ പുഴയിലേക്ക് ചാടി വരുന്നു. ആ പടവുകൾക്കുള്ളിൽ നിൽക്കുന്നു, വെള്ളം കോരി കുടിക്കുന്നു. ഋഷിശൃംഗനും വെള്ളം കോരി കുടിക്കുന്നു. എത്ര മനോഹരമായൊരു ഷോട്ടായിരുന്നു അത്. അത്തരം ചില ടെക്നിക്കുകൾ, അത്തരം ചില ജീവിതചര്യകൾ, അത്തരം ചില മെമ്മറികൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് ആലോചിച്ചത്. ഈ കഥ ഇവിടെ പറയാൻ കാരണം നമ്മൾ ഇപ്പം നിർമ്മിതി ബുദ്ധി കേന്ദ്രത്തിൻ്റെ നിർമ്മിതി ബുദ്ധിയുടെ കാലത്താണ് ജീവിക്കുന്നത്. ആ ബുദ്ധി കൊണ്ട് മാത്രം ചില മേഖലകളിൽ വിജയം വരിക്കാൻ കഴിയുകയില്ല. അതാണ് സാന്ദർഭികമായി ഒട്ടേറെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ റജി സാർ സൂചിപ്പിച്ചത്. ഇത്തരം ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടുന്നുണ്ട്. അത്തരം സംഭവങ്ങൾ കൂടി പറയുന്നതിനും പങ്കിടുന്നതിനും വേണ്ടിയാണ് ഞാൻ ഇത്തരം വേദികൾ ഉപയോഗിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി പ്രേമലേഖനം എഴുതിയ കഥ പറഞ്ഞപ്പോൾ കോട്ടയത്തെ സ്കൂളിൽ കുട്ടികളോട് ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ ആരെങ്കിലും പ്രേമലേഖനങ്ങൾ എഴുതാറുണ്ടോ എന്ന് ചോദിച്ചു. അധ്യാപകരുള്ളതുകൊണ്ടായിരിക്കും അവരാരും അനങ്ങിയില്ല, ആരും കൈ ഉയർത്തിയില്ല.
ഒന്നും പറഞ്ഞില്ല. അന്നത്തെ പ്രേമലേഖനങ്ങൾക്കൊരു ദോഷമുണ്ടായിരുന്നത്, നമ്മളൊരു പ്രേമലേഖനം എഴുതി ഒരു കുട്ടിക്ക് കൊടുത്താൽ അവളത് വായിച്ചോ അല്ലെങ്കിൽ അവനത് വായിച്ചോ എന്നറിയാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല. ഇതിന് മറുപടി കിട്ടിയാൽ മാത്രമാണ്. കാമുകന്മാർക്ക് ഇത് കിട്ടിയതായിട്ടോ വായിച്ചതായിട്ടോ യാതൊരു അറിവുമില്ല. നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് കുട്ടികളോട് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, സാറേ വാട്സപ്പിൽ അങ്ങ് അയച്ചാൽ പോരെ. ചോദിച്ചാൽ എന്താ അതിന് കാര്യം? വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾ ഇത് കണ്ടെങ്കിൽ ഒരു നീല ടിക്ക് വരും. ഇത് ഒരു പേജ് മുഴുവൻ എഴുതി പുസ്തകത്തിനുള്ളിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ അത് വായിച്ചിട്ടുണ്ടോ വായിച്ചില്ലയോ ഒന്നും അറിയില്ല. സാറേ ഇത് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ നമുക്കറിയാം അവൾ അല്ലെങ്കിൽ അവൻ അത് വായിച്ചു, നീല ടിക്ക് 2 വരും. അങ്ങനെ അങ്ങ് എഴുതിയാൽ പോരെ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ച കുട്ടികളുമുണ്ട്. ഞാൻ പറഞ്ഞത്, സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നതിനനുസരിച്ച് ഇന്നലെ കുട്ടികളുടെ മാനസികമായ വികാസം ഉണ്ടാകുന്നുണ്ട്. സാറ് പറഞ്ഞതുപോലെ അത് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ വാചകത്തിലേക്ക് വരികയാണ്. അതിരാവിലെ എഴുന്നേറ്റ് മാതള നാരകം തളിർത്തോ എന്ന് നോക്കാം, അവിടെ വെച്ച് ഞാൻ എൻ്റെ പ്രേമം നിനക്ക് നൽകാം എന്ന് പറഞ്ഞത്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഓട്ടോഗ്രാഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. നിങ്ങളുടെ അധ്യാപകർക്ക് ഒരു പക്ഷേ ഓർമ്മയുണ്ടാവും, കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ഓർമ്മയില്ല. ഓട്ടോഗ്രാഫ് നമ്മുടെ ജീവിതത്തിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും മറഞ്ഞു പോയിട്ട് എത്രയോ നാളുകളായി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഓട്ടോഗ്രാഫിൽ ഒരു കുട്ടിക്ക് ഞാൻ എഴുതി കൊടുത്ത ഒരു ലൈനാണ്. അതിനുശേഷം ആ കുട്ടി എനിക്കുള്ള ഓട്ടോഗ്രാഫിൽ എഴുതിയത്, കടൽ കരയെ മറന്നാലും കര കടലിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നാണ്. ഓട്ടോഗ്രാഫിൽ എഴുതിയത്, കടൽ കരയെ മറന്നാലും കര കടലിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നാണ്. സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ട് 40 വർഷത്തിലേറെയായി. അവരൊക്കെ എവിടേക്കോ ഏതൊക്കെയോ ഭൂഖണ്ഡങ്ങളിൽ ജീവിക്കുകയാണ്. ഇവിടെയാണ് എന്താണെന്ന് പരിചയപ്പെടാൻ യാതൊരു മാർഗവുമില്ലാതിരിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ ചരിത്ര ഏടുകളിൽ ഏറ്റവും കുറഞ്ഞൊരു 10 വർഷമായിട്ടേ ഉള്ളൂ റീയൂണിയൻ വന്നിട്ട് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം. ഒരു പക്ഷേ ഇവിടെയും നടക്കുന്നുണ്ടാവും. അത്തരം പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനങ്ങളിലൂടെ പ്രായമായവർ മുതിർന്നവർ കുട്ടിക്കാലത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടവും ഈ നൂറ്റാണ്ടിൻ്റേതായി വന്നിട്ടുണ്ട്. അപ്പോൾ 21ാം നൂറ്റാണ്ട് ഏറ്റവും ഉജ്ജ്വലമായ നല്ല ശോഭനമായ ഒരു ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്നതിനുള്ള ദിനങ്ങളാവട്ടെ. എൻ്റെ ഈ മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവായൊരു തോട്ടുണ്ടാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നലെ മർത്തോമ സഭയുടെ ഒരു മീറ്റിങ്ങിൽ യാദൃച്ഛികമായി അതിൻ്റെ സദസ്സിൽ ഇരിക്കേണ്ടി വന്നു. നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഒരു നേതാവ് CP ജോണാണ് അതിൻ്റെ ഉദ്ഘാടകനായും പ്രഭാഷകനുമായി എത്തിയത്. അദ്ദേഹം ഇന്നലെ പങ്കുവെച്ചത് 2 കാര്യമാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ വ്യാകുലപ്പെടേണ്ടതില്ല. കാരണം മിടുക്കരായ, നല്ലവരായ, ഉജ്ജ്വലമായ, മികവുള്ള കുറേ പ്രതിഭകളാണ് ഉയരങ്ങളിലേക്ക് താണ്ടുന്നത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്തേക്ക് പോയത് മധ്യ തിരുവിതാംകൂറിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സങ്കടകരമായൊരു കാര്യം പറഞ്ഞത്, ഏറ്റവും കുറഞ്ഞ ജനനസംഖ്യ മധ്യ തിരുവിതാംകൂറിലാണ്. പത്തനംതിട്ട ജില്ല -3 ആണ് ജനന നിരക്ക്. കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് കോട്ടയത്തിൻ്റെ ബോർഡർ ആണ് പത്തനംതിട്ട. ഇത്തരം ചിന്തകളും നല്ല ആലോചനകളും കുട്ടികൾക്കുണ്ടാകട്ടെ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതുതന്നെ കുറച്ച് നീണ്ടുപോയി. എങ്കിലും ഈ ഒരു സമ്മേളനത്തിന് കരുതിക്കുട്ടി ഒരാഴ്ച മുമ്പേ എന്നെ വിളിക്കുകയും ഓരോ ദിവസവും എൻ്റെ അപ്ഡേറ്റ് ചെയ്യുകയും ഇന്നലെയും ഇന്നുമായി ഇവിടെ എത്തുന്നതിനുള്ള എല്ലാ തീവ്ര ശ്രമവും നടത്തിയത് നിങ്ങളുടെ ഭാരവാഹികളാണ്. ഇത്തരവും സമഗ്രമായ നല്ല ശുചിത്വമുള്ള, നല്ല വൃത്തിയുള്ള, നല്ല പഠന നിലവാരമുള്ള, അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒപ്പം കുട്ടികളുടെ മനസ്സെത്തുന്നതിന് വേണ്ടി ആ കാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്ന ഒരു സ്കൂളായി, ഒരു കലാലയമായി ഞാൻ ഇതിനെ കാണുന്നു. ആദ്യം പറഞ്ഞ വാചകത്തിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ ഭാരവാഹികളെക്കുറിച്ച്, നിങ്ങളുടെ നാടിനെക്കുറിച്ച്, ഇവിടെയുള്ള പ്രഗത്ഭരായ മിടുക്കരായ അധ്യാപകരെക്കുറിച്ച്, വിദ്യാർത്ഥികളെക്കുറിച്ച് ഈ വർഷം ഏറ്റവും കുറഞ്ഞത് 3 ഫീച്ചറുകളെങ്കിലും എഴുതാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
കലാലയ ജീവിതത്തിന്റെ സുഗന്ധപൂരിതമായ ഓർമ്മകളിലൂടെ സഞ്ചരിക്കാൻ പര്യാപ്തമായ ആ വാക്കുകൾക്ക് മുമ്പിൽ ഞങ്ങളുടെ സ്നേഹപ്രണാമം. പിന്നെയും പിന്നെയും ഞങ്ങളുടെ കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനമായി ആ വാക്കുകൾ ഓരോന്നും പ്രേക്ഷക ഹൃദയത്തിൽ ഒരു മൃദുമന്ത്രമായി എന്നും മുഴങ്ങി നിൽക്കുക തന്നെ ചെയ്യും.